ഇന്ന് പൊളിഞ്ഞു വീണ 4ാമത്തെ കള്ളമാണ് കേട്ടോ. അതാണ് വിളപ്പിൽശാലയിലെ ചിത്രം തന്നെ വെച്ചുകൊണ്ട് നമ്മൾ ഇത് തുടങ്ങിയത്. 19-ാം തീയതി രാവിലെ 1 മണിക്കാണ് ബിസ്മീറും ഭാര്യയും രാവിലെ 1 മണി 28 മിനിറ്റ് ആകുമ്പോഴാണ് ഈ വിളപ്പിൽശാല ആശുപത്രിയിലേക്ക് വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതിന് 2 ദിവസം മുമ്പ് 17-ാം തീയതി ഇതേപോലെ പുലർച്ചെ 2 മണിക്ക് ഇതേപോലെ ബിസ്മീറും ഭാര്യയും ഇതേ വിളപ്പിൽശാല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് പോയിട്ടുണ്ട്. 2 ദിവസം മുൻപ് ഇതേ ആരോഗ്യ ലക്ഷണങ്ങളോടുകൂടി പോയിട്ടുണ്ട്. അവിടേക്ക് ചെല്ലുന്ന സമയത്ത് അന്ന് വളരെ കൃത്യമായി തന്നെ അന്ന് ഡ്യൂട്ടി ഡോക്ടറായിരുന്ന ശരണിയും അന്നത്തെ നഴ്സും പരിചരിച്ചിട്ടുണ്ട്. വേണ്ടത്ര മരുന്ന് അന്ന് 17-ാം തീയതി വെളുപ്പിന് 2:45 ബിസ്മീറിന് കൊടുത്തിട്ടുണ്ട്. 17-ാം തീയതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അന്ന് ഡോക്ടർ ശരണ്യ പരിശോധിക്കുകയും ശ്വാസമുട്ടലിനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഫിസിഷ്യനെ കാണണമെന്ന നിർദ്ദേശത്തോടു കൂടിയാണ് തിരിച്ചയക്കുന്നത്. കാരണം പോയിരിക്കുന്ന ഒരു താലൂക്ക് ആശുപത്രിയിലല്ല, ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലല്ല, കാത്തലാബ് സംവിധാനങ്ങളുടെ ആശുപത്രിയിലല്ല, ഒരു സാധാരണ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ്. അവിടെ ഇതിനപ്പുറം ഒരു ചികിത്സാ സംവിധാനമില്ല. അതൊരു പ്രാഥമികാരോഗ്യ കേന്ദ്രം മാത്രമാണ് സാർ. അവിടെ ഒരു ഡോക്ടറും നഴ്സും ഉള്ളതേ കാര്യം. അവിടേക്ക് എത്തുന്ന സമയത്ത് നല്ലൊരു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞയക്കുന്നു 17-ാം തീയതി. പക്ഷേ നിർഭാഗ്യവശാൽ ചികിത്സ തേടുന്നില്ല. വീണ്ടും 19-ാം തീയതി സമാനമായ സാഹചര്യത്തിൽ എത്തുന്നു. രാത്രി 1:29 എത്തുന്നു, 1:28 എത്തുന്നു, പുലർച്ചെ 1:28 എത്തുന്നു. 1 മിനിറ്റ് 1.5 മിനിറ്റ് കഴിയുമ്പോഴേക്കും സെക്യൂരിറ്റി ജീവനക്കാരൻ വരുന്നു. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും വാതിലുകൾ തുറക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അതിനുശേഷം ഹോസ്പിറ്റലിനുള്ളിൽ വെച്ച് ഇതേ ശരണ്യ ഡോക്ടറും, അതായത് 2 ദിവസം മുമ്പ് ഈ ബിസ്മീറിനെ പരിചരിച്ച അതേ ശരണ്യ ഡോക്ടറും അതേ നഴ്സും പരിശോധനയ്ക്ക് ശേഷം 2 ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്. ശ്വാസമുട്ടലിന് അദ്ദേഹത്തിന് മറ്റൊരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നെബുലൈസ് ചെയ്യുന്നുണ്ട്. നെബുലൈസ് ചെയ്തതിനു ശേഷം ഓക്സിജൻ സപ്പോർട്ടുള്ള ആംബുലൻസിലേക്ക് ഈ രോഗിയെ കയറ്റി വിടുകയും ചെയ്യുന്നുണ്ട്.